Hello students, welcome to another video of compressible fluid flow. ഈ ഒരു വീഡിയോയിൽ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത്. ഒന്ന് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ, മറ്റൊന്ന് സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റ്. ഇതിൽ സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ മാത്രമേ ഈ വീഡിയോയിൽ ഡീൽ ചെയ്യുള്ളൂ. സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റായിട്ട് ബന്ധപ്പെട്ട സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസും മറ്റും നമ്മൾ അടുത്തൊരു വീഡിയോയിലായിരിക്കും ഡീൽ ചെയ്യുക. സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ, നമുക്ക് ഈ ഒരു വീഡിയോയിൽ ആദ്യം സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ്റെ ഡെറിവേഷൻ ആണ് ഡീൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഡെറിവേഷൻ ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു സിസ്റ്റം ആദ്യം കൺസിഡർ ചെയ്യണം. ഞാൻ ആദ്യം സിസ്റ്റത്തിൻ്റെ ഫിഗർ വരയ്ക്കാം, നിങ്ങൾ എൻ്റെ കൂടെ വരയ്ക്കുക, അതായിരിക്കും കുറേ കൂടി എളുപ്പം. അപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് സിസ്റ്റം വരയ്ക്കേണ്ടത്. ഞാൻ ആദ്യം വരയ്ക്കാം, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ കാണുന്നതാണ് സിസ്റ്റം. ഈ കാണുന്നതിൽ ഇതിലൂടെയാണ് ഗ്യാസ് എൻട്രി ചെയ്യുന്നത്. സോ ഇതാണ് ഇൻലെറ്റ് സൈഡ്, അതിനെ 1 എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. അതേപോലെ സിസ്റ്റത്തിലേക്ക് എൻട്രി ചെയ്ത ഗ്യാസ് എക്സിറ്റ് ചെയ്യുന്ന സൈഡാണ് ഈ കാണുന്നത്. ഇതിനെ നമുക്ക് 2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി ഇൻലെറ്റിലെയും എക്സിറ്റിലെയും പ്രോപ്പർട്ടീസ് നമുക്ക് ഇത് ഡിഫൈൻ ചെയ്യാനുണ്ട്. ഇൻലെറ്റിലെ പ്രഷർ P1 അതേപോലെ സ്പെസിഫിക് വോളിയം V1 ആണ്. ഇനി ഇൻലെറ്റ് ചെയ്യുന്ന ഗ്യാസിൻ്റെ വെലോസിറ്റി C1, അതേപോലെ സ്പെസിഫിക് ഇൻറ്റേർണൽ എനർജി U1. സെയിം രീതിയിൽ നമുക്ക് എക്സിറ്റിലെയും പ്രഷറും സ്പെസിഫിക് വോളിയവും വെലോസിറ്റിയും അതേപോലെ സ്പെസിഫിക് ഇൻറ്റേർണൽ എനർജിയും ഡിഫൈൻ ചെയ്യാം. അതിന് നൊട്ടേഷൻസ് ഇങ്ങനെയായിരിക്കും: P2, സ്മോൾ ലെറ്റർ V2, C2, അതേപോലെ സ്മോൾ ലെറ്റർ U2. ഇനി നമ്മളിവിടെ ഈ കാണുന്നതാണ്, ഇപ്പോൾ ഞാൻ വരയ്ക്കുന്നതാണ് ഡാറ്റം. ഡാറ്റം മുതൽ ഇവിടെ, അതായത് ഇൻലെറ്റ് സൈഡ് വരെയുള്ള ഡാറ്റം ഹെഡ് ആണ് Z1. അത് ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്യാം, Z1. സെയിം രീതിയിൽ നമുക്ക് എക്സിറ്റിലേക്കുള്ള ഡാറ്റം ഹെഡ് ആണ് Z2. ഇനി അപ്പോൾ Z1ഉം Z2 ആണ്, Z1ഉം Z2 ആണിത്. Z2 ആണ് ഡാറ്റം ഹെഡുകൾ അറ്റ് എൻട്രി ആൻഡ് എക്സിറ്റ്. ഇനി ഈ ഒരു സിസ്റ്റത്തിലേക്ക് എൻട്രി ചെയ്യുന്ന ഹീറ്റാണ് Q എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹീറ്റ് എന്നുള്ളത് സിസ്റ്റത്തിലേക്ക് എൻട്രി ചെയ്യുന്നതാണ്, അതിനെ Q എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇനി സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന വർക്ക് നമുക്ക് W എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഈ ഒരു സിസ്റ്റത്തിൽ എൻട്രി ചെയ്യുന്ന ഹീറ്റ് Q ആണ്, അതേപോലെ എക്സിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന വർക്ക് W ആണ്. അപ്പോൾ ഇത്തരം നൊട്ടേഷൻസ് ആദ്യം നല്ല രീതിയിൽ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഫിഗർ നല്ല രീതിയിൽ വരച്ചതിന് ശേഷം ഇത് കാണിക്കുക. ഇനി ഞാൻ ഈ പറഞ്ഞ ടേംസ് എല്ലാം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഞാൻ അതിലേക്ക് പോവുകയാണ്. സോ P1 എന്നുള്ളത് ഇൻലെറ്റിലെ പ്രഷർ, V1 സ്പെസിഫിക് വോളിയം ഓഫ് വർക്കിംഗ് സബ്സ്റ്റൻസ് എൻറ്ററിംഗ് ദി സിസ്റ്റം, C1 വെലോസിറ്റി ഓഫ് വർക്കിംഗ് സബ്സ്റ്റൻസ് എൻറ്ററിംഗ് ദി സിസ്റ്റം, U1 specific internal energy of the working substance entering the system. Z1 heat above the datum level for inlet. സെയിം രീതിയിൽ നമുക്ക് P2, V2, C2, U2 ആൻഡ് Z2 എന്നിവ എക്സിറ്റിലെ പ്രഷർ, സ്പെസിഫിക് വോളിയം, വെലോസിറ്റി, സ്പെസിഫിക് ഇൻറ്റേർണൽ എനർജി, അതേപോലെ ഹൈറ്റ് അബവ് ദി ഡാറ്റം ലെവൽ എന്ന രീതിയിൽ എക്സിറ്റിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇനി Q ഹീറ്റ് സപ്ലൈഡ് ടു ദി സിസ്റ്റം, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. W വർക്ക് ഡെലിവേർഡ് ബൈ ദി സിസ്റ്റം. അപ്പോൾ ആദ്യം ഞാൻ വരച്ച ഫിഗർ നല്ല രീതിയിൽ വരയ്ക്കുക, അതിനുശേഷം ഈ ഓരോ ടേംസ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി നമ്മൾക്കിവിടെ ആദ്യം തന്നെ ടോട്ടൽ എനർജി എൻറ്ററിംഗ് ദി സിസ്റ്റം ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതായത് സിസ്റ്റത്തിലേക്ക് എൻട്രി ചെയ്യുന്ന എനർജി നമ്മൾ കണ്ടെത്തണം. അതെങ്ങനെയാണ്? ഇൻറ്റേർണൽ, അതായത് ഇൻലെറ്റിലൂടെ എൻട്രി ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി പ്ലസ് ഇൻലെറ്റ് കൈനറ്റിക് എനർജി പ്ലസ് ഇൻലെറ്റ് ഇൻറ്റേർണൽ എനർജി പ്ലസ് ഇൻലെറ്റ് ഫ്ലോ എനർജി പ്ലസ് ഹീറ്റ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ടോട്ടൽ എനർജി എൻറ്ററിംഗ് ദി സിസ്റ്റം കണ്ടുപിടിക്കുക. അപ്പോൾ എന്തൊക്കെയാണ്? പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, ഇൻറ്റേർണൽ എനർജി, ഫ്ലോ എനർജി, ഹീറ്റ് എനർജി. ഇതെല്ലാം ആഡ് ചെയ്താൽ നമുക്ക് ഇൻലെറ്റിലെ ടോട്ടൽ എനർജി ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സെയിം രീതിയിൽ നമുക്ക് ടോട്ടൽ എനർജി ലീവിങ് ദി സിസ്റ്റവും കണ്ടെത്താം. അത് ഇതേപോലെ തന്നെ ഇൻലെറ്റ് പൊട്ടൻഷ്യൽ എനർജിക്ക് പകരം എക്സിറ്റ് പൊട്ടൻഷ്യൽ എനർജി, എക്സിറ്റ് കൈനറ്റിക് എനർജി, എക്സിറ്റ് ഇൻറ്റേർണൽ എനർജി, എക്സിറ്റ് ഫ്ലോ എനർജി, അതേപോലെ വർക്ക്. ഇവിടെ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും തമ്മിൽ കമ്പയർ ചെയ്യണമെങ്കിൽ ഇവിടെ രണ്ടിലും കോമൺ ആയിട്ട് പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ഇൻറ്റേർണൽ എനർജിയും ഫ്ലോ എനർജിയും ഉണ്ട്. പക്ഷേ ഇൻലെറ്റിൽ ഹീറ്റ് എനർജിയും എക്സിറ്റിൽ വർക്കുമാണ്. കാരണം ഹീറ്റ് എന്നുള്ളത് എൻട്രി ചെയ്യുന്ന എനർജിയാണെന്ന് ഞാൻ ഓൾറെഡി ഫിഗർ വരച്ചപ്പോൾ പറഞ്ഞു. അതുകൊണ്ട് ഹീറ്റ് എന്നുള്ളത് ഇൻലെറ്റ് എനർജി ആയിട്ടും അതേ സമയത്ത് വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സിസ്റ്റത്തിൽ നിന്നും പുറമേക്ക് അല്ലെങ്കിൽ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന എനർജിയാണ് വർക്ക്. സോ അത് എക്സിറ്റ് സൈഡിലും അല്ലെങ്കിൽ ലീവിങ് ദി സിസ്റ്റത്തിൻ്റെ സൈഡിലുമാണ് വരാം. സോ ഇവിടെ ഹീറ്റ് ആഡ് ചെയ്യണം, അതേ സമയത്ത് എക്സിറ്റിൻ്റെ സ്ഥാനത്ത് വർക്ക് ആഡ് ചെയ്യണം. ഇനി നമുക്ക് ഇവിടെ ഓരോന്നിൻ്റെയും ടേംസ് ഉപയോഗിച്ച് നമുക്ക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. ഇനി
നമുക്കറിയാം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്നുള്ളത് കൺസർവേഷൻ ഓഫ് എനർജിയെ ബേസ് ചെയ്തിട്ടുള്ള ലോ ആണ്. അത് പറയുന്നത് എൻറ്ററിങ് എനർജിയും അതേപോലെ ലീവിങ് എനർജിയും ഈക്വൽ ആയിട്ട് വരണം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫ്രം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ടോട്ടൽ എനർജി എൻറ്ററിങ് ദി സിസ്റ്റം ഈക്വൽ ടു ടോട്ടൽ എനർജി ലീവിങ് ദി സിസ്റ്റം. അങ്ങനെയാണെങ്കിൽ നേരത്തെ നമ്മൾ എൻറ്ററിങ് എനർജിയുടെയും അതേപോലെ ലീവിങ് എനർജിയുടെയും ഇക്വേഷൻ മേക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇവിടേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ നോക്കുക, ആദ്യമുള്ള ടേം G(Z1), അതായത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം mgh ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇവിടെ h എന്നുള്ള ടേമിന് പകരം z ആണ് ഹൈറ്റിന് വേണ്ടി ഉപയോഗിക്കുക. സോ mgz1 എന്നായിരിക്കും എന്ത് ഇൻലെറ്റിലെ പൊട്ടൻഷ്യൽ എനർജി. അതേപോലെ mgz2 എന്നായിരിക്കും എക്സിറ്റിലെ പൊട്ടൻഷ്യൽ എനർജി. ഇവിടെ നമ്മൾ സ്പെസിഫിക് എനർജീസ് ആണ് പറയുന്നത്. സോ സ്പെസിഫിക് എനർജി എന്ന് പറഞ്ഞാൽ എനർജി പെർ യൂണിറ്റ് മാസ്, അതായത് മാസ് എന്നുള്ളത് 1 ആയിട്ട് എടുക്കണം. സോ mgz1ലും mgz2ലും m എന്തായി 1 ആയി പോയി. സോ ഇക്വേഷൻ എന്തായി gz1 അതേപോലെ gz2. സോ gz1 എന്നുള്ളത് ഇൻലെറ്റ് പൊട്ടൻഷ്യൽ എനർജിയെയും gz2 എന്നുള്ളത് ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ എക്സിറ്റ് പൊട്ടൻഷ്യൽ എനർജിയെയും റെപ്രസെന്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാവുന്നതാണ് ½ mv². ഇവിടെയും m എന്നുള്ളത് 1 ആയിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് വരുന്നതാണ് C1² എന്നുള്ളത് ഇൻലെറ്റിലെയും C2² എന്നുള്ളത് എക്സിറ്റിലെയും കൈനറ്റിക് എനർജി. ഇവിടെ വെറും കൈനറ്റിക് എനർജി അല്ല, സ്പെസിഫിക് കൈനറ്റിക് എനർജി അറ്റ് ഇൻലെറ്റ് അതേപോലെ എക്സിറ്റ്. ഇനി U1 നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് സ്പെസിഫിക് ഇന്റേണൽ എനർജി. അത് ഇൻലെറ്റിലേതാണെങ്കിൽ U1, U2 ആണ് എന്ത് എക്സിറ്റിലേത്. സോ അത് നമ്മൾ ഇവിടേക്ക് എഴുതി. ഇനിയുള്ളത് ഫ്ലോ എനർജിയാണ്. നമുക്കറിയാം പ്രഷർ വോളിയം വർക്കിനെയാണ് ഫ്ലോ എനർജി, അല്ലെങ്കിൽ പ്രഷർ വോളിയം പ്രൊഡക്റ്റിനെയാണ് ഫ്ലോ എനർജി എന്ന് പറയാം. സോ ഇൻലെറ്റിലേത് P1 ഇൻറ്റു സ്മോൾ ലെറ്റർ V1, അതേപോലെ എക്സിറ്റിലേത് P2 ഇൻറ്റു V2. ഇനി ഹീറ്റ് ആണ് ഇൻലെറ്റിൽ ആഡ് ചെയ്യേണ്ടത്, അതാണ് Q ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ എക്സിറ്റിൽ നമ്മൾ W ആഡ് ചെയ്യണം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഉപയോഗിച്ച ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ U+PV എന്നുള്ള ടേംസ് നമുക്ക് കാണാം. നമ്മൾ ഓൾറെഡി അറിയാം എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ U+PV ആണ്. സോ U1 + P1 V1 എന്നുള്ളത് H1 ആയിട്ടും U2 + P2 V2 എന്നുള്ളത് H2 ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതാണ് ഇവിടെ കാണുന്നത് Gz1 + C1²2 + H1 + Q ഈക്വൽ ടു Gz2 + C2²2 + H2 + W. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. ഈ ഇക്വേഷനെയാണ് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഡെറിവേഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം. ഈ ഡെറിവേഷൻ നമ്മൾ ഓൾറെഡി തെർമോഡൈനാമിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്, പക്ഷേ നമുക്ക് ഇവിടെയും ഇത് ആവശ്യമുണ്ട്. സോ ഡെറിവേഷൻ നല്ല രീതിയിൽ പഠിക്കാം. നെക്സ്റ്റ് വൺ സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റ്. അപ്പോൾ സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റ് എന്നുള്ളത് നമ്മൾക്ക് പുതുതായിട്ട് പഠിക്കുന്ന ഒരു ടേം ആണ്. അപ്പോൾ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഫിഗർ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ കാണിച്ചിരിക്കുന്നതൊരു ലാർജ് സെറ്റിലിംഗ് ടാങ്കാണ്, അതായത് ഇതിനുള്ളിൽ നമ്മൾ ഗ്യാസ് സ്റ്റോർ ചെയ്യുന്നു. ഇനി ഈ കാണിച്ചിരിക്കുന്നത് ഈ ടാങ്കിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു പൈപ്പാണ്. ഞാൻ ഇതിൻ്റെ ഡെഫിനേഷൻ മറ്റും പിന്നീട് പറയാം. അപ്പോൾ ആദ്യം നമ്മളൊരു ലാർജ് ടാങ്ക് നമ്മൾ കൺസിഡർ ചെയ്തു, അതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന മറ്റൊരു പൈപ്പ് കൂടി നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി നമ്മൾ കൺസിഡർ ചെയ്യണം ഈ പൈപ്പ് എന്നുള്ളത് നല്ല രീതിയിൽ ഇൻസുലേറ്റഡ് ആണെന്ന് വിചാരിക്കുക, അതായത് തെർമലി ഇൻസുലേറ്റഡ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ തെർമൽ ഇൻസുലേഷൻ ആണ് ഇവിടെ റെഡ് ലൈൻ വെച്ചിട്ട് ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലൂടെ ഒരു ഗ്യാസ് എൻട്രി ചെയ്യുന്നതായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഈ ഗ്യാസ് എന്നുള്ളത് ഐഡിയൽ ഗ്യാസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ഐഡിയൽ ഗ്യാസ് ഇതിലൂടെ എൻട്രി ചെയ്യണം. ഈ ഒരു പൈപ്പിലൂടെ എൻട്രി ചെയ്ത് ഈ ഒരു ലാർജ് സെറ്റിലിംഗ് ടാങ്കിലേക്ക് വന്ന് സ്റ്റോർ ചെയ്യപ്പെടും. അതാണ് നമ്മൾക്കിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഫ്ലോ, അതായത് ഈ ഐഡിയൽ ഗ്യാസ് ഇതിലൂടെ ഈ പൈപ്പിലൂടെ എൻട്രി ചെയ്ത് ഈ ലാർജ് സെറ്റിലിംഗ് ടാങ്കിലേക്ക് വന്ന് സ്റ്റോർ ചെയ്യപ്പെടുകയാണ്. ഇനി ഇവിടെ നടക്കുന്നത് ഒരു ഫ്ലോ ആണ്. ഇത് ഏത് ടൈപ്പ് ഫ്ലോ ആണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞത് ഈ ഒരു പൈപ്പ് ഇൻസുലേറ്റഡ് ആണെന്ന് പറഞ്ഞായിരുന്നു, അതായത് തെർമലി ഇൻസുലേറ്റഡ് ആണെന്ന് പറഞ്ഞായിരുന്നു. നമുക്കറിയാം ഒരു പൈപ്പ് തെർമലി ഇൻസുലേറ്റഡ് ആണെങ്കിൽ സറൗണ്ടിങ്ങിൽ നിന്ന് ഈ ഒരു പൈപ്പിനുള്ളിലേക്കോ അല്ലെങ്കിൽ പൈപ്പിനുള്ളിൽ നിന്ന് സറൗണ്ടിങ്ങിലേക്കോ ഹീറ്റ് എന്ത് ചെയ്യില്ല, ട്രാൻസ്ഫർ ചെയ്യില്ല. കാരണം ഈ ഒരു പൈപ്പ് തെർമലി ഇൻസുലേറ്റഡ് ആണ്. സോ Q എന്നുള്ളത് ഈ ഒരു പൈപ്പിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതെന്തായി മാറും, 0 ആയിട്ട് മാറും. അതായത് ഹീറ്റ് ട്രാൻസ്ഫർ 0 ആയി. നമുക്കറിയാം ഹീറ്റ് ട്രാൻസ്ഫർ 0 ആണെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ അഡയാബാറ്റിക് എന്ന് പറയാം. സോ ഈ ഒരു ഫ്ലോ, അതായത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഒരു ഫ്ലോ എന്നുള്ളത് അഡയാബാറ്റിക് ഫ്ലോ ആണ്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഐഡിയൽ ഗ്യാസ് ആണ്. എന്താണ് ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിസ്കോസിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ
ഫ്രിക്ഷൻ ഇല്ലാത്ത ഗ്യാസിനെയാണ് ഐഡിയൽ ഗ്യാസ് എന്ന് പറയുക. അതായത് ഇന്റർമോളിക്യുലർ ഇന്ററാക്ഷൻസ് ഇല്ലാത്ത ഗ്യാസിനെയാണ് ഐഡിയൽ ഗ്യാസ് എന്ന് പറയാം. അപ്പോൾ മോളിക്യൂൾസ് തമ്മിൽ ഇന്ററാക്ഷൻസ് ഇല്ലെങ്കിൽ അവിടെ വിസ്കോസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഐഡിയൽ ഗ്യാസ് ആയതുകൊണ്ട് ഇവിടെ ഫ്രിക്ഷനും സീറോ ആയിരിക്കും. സോ ഈ ഒരു ഭാഗത്ത് നിന്നും ഇവിടേക്കുള്ള ഫ്ലോ എന്താണ്? ഒരു ഫ്രിക്ഷൻലെസ് ഫ്ലോ ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ്? കാരണം ഇതൊരു ഐഡിയൽ ഗ്യാസ് ആണ്. സോ ഇവിടെ നടക്കുന്ന പ്രോസസ്സ് അഡയബാറ്റിക്കും ആണ്, അതേപോലെ ഫ്രിക്ഷൻലെസ്സും ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനു മുന്നേയുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്, അഡയബാറ്റിക്കും ഒരു പ്രോസസ്സ് അഡയബാറ്റിക്കും ആണ്, അതിൻ്റെ കൂടെ ഫ്രിക്ഷൻലെസ്സും ആണെങ്കിൽ ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്നതാണ് ഐസെൻട്രോപിക് പ്രോസസ്സ്, എൻട്രോപ്പി കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ്സ്. അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രോസസ്സ് അഡയബാറ്റിക് പ്ലസ് ഫ്രിക്ഷൻലെസ് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ഫ്ലോയിനെ ഐസെൻട്രോപിക് ഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതാദ്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ പൈപ്പിലൂടെ നടക്കുന്ന പ്രോസസ്സ് ഒരു ഐസെൻട്രോപിക് പ്രോസസ്സാണ്, അല്ലെങ്കിൽ അഡയബാറ്റിക് പ്ലസ് ഫ്രിക്ഷൻലെസ് പ്രോസസ്സാണ്. ഇതാദ്യം മനസ്സിലാക്കുക. ഇനി ഇവിടെ നമുക്കറിയാം ലാർജ് സെറ്റിലിംഗ് ടാങ്കിലേക്ക് വന്ന് ഈ ഒരു ഐഡിയൽ ഗ്യാസ് സ്റ്റോർ ചെയ്യപ്പെടുകയാണ്. നമുക്കറിയാം സ്റ്റോർ ചെയ്ത ഗ്യാസിൻ്റെ വെലോസിറ്റി എത്രയായിട്ട് മാറും? സീറോ ആയിട്ട് മാറും. കാരണം അത് സ്റ്റോർ ചെയ്യപ്പെട്ടു. അപ്പോൾ വെലോസിറ്റി എന്തായി മാറും? സീറോ ആയിട്ട് മാറും. അതാണ് ഇവിടെ C = 0 എന്ന് എഴുതിയിരിക്കുന്നത്. ബാക്കിയുള്ള ടേംസ് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. C = 0 ആയിട്ട് മാറും. അതേസമയത്ത് ഇതിൻ്റെ എൻട്രി സൈഡിൽ നമുക്ക് ഇതിനെ 1 എന്നും ഇതിനെ 2 എന്നും റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി ഈ എൻട്രി എന്ന ഭാഗത്ത് ഈ ഒരു ഐഡിയൽ ഗ്യാസിന് ഒരു വെലോസിറ്റി ഉണ്ടാവും. അതിനെ ഞാൻ C1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. അത് എത്രയാണ്? സപ്പോസ് ഒരു 2 മീറ്റർ/സെക്കൻഡ്, ജസ്റ്റ് ഒരു വാല്യൂ ഞാൻ പറയാം, 2 മീറ്റർ/സെക്കൻഡ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ചിലപ്പോൾ ഇതിലും കൂടാം ഇതിലും കുറയാം, വാല്യൂ ഇമ്പോർട്ടൻ്റ് അല്ല. ഇത്രയേ ഉള്ളൂ. ഇൻലെറ്റിൽ ഒരു വെലോസിറ്റി ഉണ്ടാവും. പക്ഷേ ഈ ഒരു പൈപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുമ്പോഴേക്കും വെലോസിറ്റി എന്തായി മാറുകയാണ്? 0 ആയിട്ട് മാറുകയാണ്. അതിൻ്റെ മീനിങ് എന്താ? 1ൽ നിന്നും 2ലേക്ക് പോകുമ്പോഴേക്കും വെലോസിറ്റി എന്താണ്? കുറയാണ്. നമുക്കറിയാം വെലോസിറ്റി കുറയുന്ന പ്രോസസ്സിനെ ഡീസലറേഷൻ എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ഇത് എന്ത് പ്രോസസ്സാണ്? ഇതൊരു ഐസെൻട്രോപിക് ഡീസലറേഷൻ പ്രോസസ്സാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഫിഗർ വരയ്ക്കുകയും ഇത്തരം കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തത്. അതായത് ഇതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇവിടെ നടക്കുന്ന ഫ്ലോ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്? ഒരു ഐസെൻട്രോപിക് ഡീസലറേഷൻ പ്രോസസ്സാണ്. ഇതിൻ്റെ അവസാനം, അതായത് ഡീസലറേഷൻ്റെ അവസാനമായിട്ട് വെലോസിറ്റി 0 ആയിട്ട് മാറും. ഈ രീതിയിൽ ഒരു ഗ്യാസ് ഐസെൻട്രോപിക്കലി ഡീസലറേറ്റ് ചെയ്ത് 0 വെലോസിറ്റി ആയിട്ട് മാറുകയാണെങ്കിൽ ആ 0 വെലോസിറ്റി അച്ചീവ് ചെയ്യുന്ന ഭാഗത്തെ സ്റ്റേറ്റിനെയാണ് നമ്മൾ സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റ് എന്ന് പറയാം. സ്റ്റാഗ്നേഷൻ എന്താണെന്നുള്ളത് നമുക്കറിയാം. സ്റ്റാഗ്നേഷൻ എന്ന് വെച്ചാൽ കെട്ടിക്കിടക്കുക അല്ലെങ്കിൽ മൂവ്മെന്റ് ഇല്ലാത്ത അവസ്ഥ, അതാണ് സ്റ്റാഗ്നേഷൻ. അപ്പോൾ സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഐസെൻട്രോപിക്കലി ഫ്ലോ ചെയ്യുന്ന ഒരു ഗ്യാസ് ഡീസലറേറ്റ് ചെയ്ത് അതിൻ്റെ വെലോസിറ്റി 0 ആയിട്ട് മാറുകയാണെങ്കിൽ ആ 0 വെലോസിറ്റി എവിടെയാണോ അച്ചീവ് ചെയ്യുന്നത് അവിടുത്തെ സ്റ്റേറ്റിനെയാണ് നമ്മൾ സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റ് എന്ന് പറയാം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റ് ഓഫ് എ ഗ്യാസ് ഓർ വേപ്പർ ഈസ് ഇറ്റ്സ് സ്റ്റേറ്റ് achieved when it is isentropically decelerated to 0 velocity at 0 elevation. അപ്പോൾ ഒരു ഗ്യാസ് ഐസെൻട്രോപിക്കലി ഡീസലറേറ്റ് ചെയ്ത് 0 വെലോസിറ്റി അച്ചീവ് ചെയ്യുകയാണെങ്കിൽ ആ 0 വെലോസിറ്റി അച്ചീവ് ചെയ്യുന്ന ഭാഗത്തെ സ്റ്റേറ്റിനെ പറയുന്ന പേരാണ് എന്ത്? സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഡെഫിനിഷൻ അനുസരിച്ച് ഇവിടെ ലാർജ് സെറ്റിലിംഗ് ടാങ്കിനുള്ളിലായിരിക്കും സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റ് അച്ചീവ് ചെയ്യപ്പെടുക. കാരണം അവിടെയാണ് വെലോസിറ്റി ഐസെൻട്രോപിക്കലി ഡീസലറേറ്റ് ചെയ്ത് 0 വെലോസിറ്റി ആയിട്ട് മാറുന്നത്. ഇനി ഇതിനുള്ളിലുള്ള പ്രോപ്പർട്ടീസിനെയാണ് സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് എന്ന് പറയാം. അതിനെ 0 സഫിക്സ് ഉപയോഗിച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അതാണ് P0, T0, H0 എന്നൊക്കെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ P0 എന്ന് പറഞ്ഞാൽ സ്റ്റാഗ്നേഷൻ പ്രഷർ, T0 എന്ന് പറഞ്ഞാൽ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ, H0 എന്ന് പറഞ്ഞാൽ സ്റ്റാഗ്നേഷൻ എൻതാൽപ്പി. ഇതെല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. താങ്ക്